ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹോംമേഡ് ഹാപ്പിനെസ് വിത്ത് ഡിസ്ന. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ ആണെങ്കിലും ഒരു 10 മിനിറ്റ് കൊണ്ട് ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സാമ്പാർ. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷേ രുചിയുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളാണോ ഉള്ളത് അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഏതാണെങ്കിലും അരിഞ്ഞെടുക്കുക. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരക്കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, സബോള അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കായം ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. വിസിൽ വന്നിട്ടുണ്ട്. പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പച്ചക്കറികളും പരിപ്പൊക്കെ നന്നായി വെന്തു. ഈ സമയം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മുരിങ്ങക്കായും 3 വെണ്ടക്കായും ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചതും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം സിമ്മിൽ വെച്ച് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ ചാറ് ഒഴിച്ചു കൊടുക്കാം.
നന്നായി തിളപ്പിച്ചെടുക്കുക. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.